വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർക്കാനായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. ലക്ഷ്മി നായരുടെ രാജ്യാവശ്യത്തിൽ ഉറച്ച് ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ കോളേജിന്റെ കാര്യത്തിൽ നടപടിയെടുക്കുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. എന്നാൽ പോലീസ് സുരക്ഷയോടെ തിങ്കളാഴ്ച ലോ അക്കാദമിയിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റും വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി സമരം 25ാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ വീണ്ടും ചർച്ച നടത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിൽ SFI ഒഴികെയുള്ള സംഘടനകൾ ശക്തമായി ഉറച്ചുനിന്നതോടെ യോഗത്തിൽ തീരുമാനമെടുക്കാനോ സമവായത്തിലെത്താനോ ആയില്ല. മാനേജ്മെന്റ് എടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടതായി KSU പ്രതിനിധികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ നിരന്തരമായി ഉന്നയിച്ച അവരുടെ പരിവേദനങ്ങൾ കേൾക്കാതെ വിദ്യാഭ്യാസ മന്ത്രി യഥാർത്ഥത്തിൽ ഈ ചർച്ച ബഹിഷ്കരിച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിന്ന് അദ്ദേഹം തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മി നായർ രാജിവെക്കില്ലെന്നും തിങ്കളാഴ്ച പോലീസ് സുരക്ഷയോടെ ക്ലാസുകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് ചർച്ചയിൽ അറിയിച്ചതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കും കൂടെ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. 5 വർഷത്തേക്ക് എന്നുള്ള കാര്യം അംഗീകരിക്കില്ല. പ്രിൻസിപ്പലിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തണം വരെ ഞങ്ങൾ ശക്തമായി സമരം തുടരും. പ്രതീക്ഷയോടെയാണ് തങ്ങൾ ചർച്ചയെ കണ്ടതെന്ന് AASF-ഉം ABVP-യും MSF-ഉം പറഞ്ഞു. ഇന്നത്തെ ചർച്ചയിൽ ഒരു പരിഹാരമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മാനേജ്മെന്റിന് അനുകൂലമായ വാദങ്ങളാണ് മന്ത്രി ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. തിങ്കളാഴ്ച ക്ലാസുകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. റെഗുലർ ക്ലാസ് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങും. അതേസമയം സ്വാശ്രയ കോളേജിനെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് പരിമിതിയുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് വ്യക്തമാക്കി. ലോ അക്കാദമിയിൽ അവരാരോപിച്ചെന്ന പ്രിൻസിപ്പൽ അവിടെ ഇല്ല, പുതിയ പ്രിൻസിപ്പൽ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണ്. മാനേജ്മെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പല വിദ്യാർത്ഥി സംഘടനകളും രാജി തന്നെ വേണം എന്നുള്ള ഒരു നിലയ്ക്കാണ് നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമിയിലേക്ക് രാഷ്ട്രീയ സമരമായി വളർത്തിയെടുക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP ഒരുക്കിയ കെണിയിൽ മറ്റു പാർട്ടികൾ വീഴരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാനത്ത് സംഘർഷം നിലനിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് BJP നടത്തുന്നത്. പ്രിൻസിപ്പൽ സ്ഥാനത്തില്ലാത്ത ആൾക്ക് എങ്ങനെ രാജിവെക്കാനാകുമെന്നും നിരാഹാര നാടകം മതിയാക്കണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതോടുകൂടി ഇനിയും സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു രാഷ്ട്രീയ സമരമാണ്. ഇതൊരു SFI വിരുദ്ധ സമരമാക്കി മാറ്റാറുള്ള നീക്കമാണ് ആ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോളേജിലെ കുട്ടികളൊന്നും നിരാഹാരത്തിനില്ലേ. അതുകൊണ്ട് നിരാഹാരത്തിന്റെ ഈ നാടകമൊക്കെ മതിയാക്കുന്നതാണ് BJP-ക്കാർക്ക് നല്ലത്. ഇതൊക്കെ വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് സീതാറാം യെച്ചൂരി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്കാകുമെന്നും കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വളരെ ശക്തമാണെന്നും യെച്ചൂരി പറഞ്ഞു. ലോ അക്കാദമി ഭൂമിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. ലോ അക്കാദമി ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അപാകതയില്ലെന്നും സമരം തീർക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. ലോ അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകിയത് ഈ സർക്കാരിന്റെയോ കഴിഞ്ഞ സർക്കാരിന്റെയോ കാലത്തല്ല. അതിനാൽ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പോൾ പോത പ്രശ്നമില്ല. അതേസമയം ലോ അക്കാദമിയിലെ സർക്കാർ ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. സർക്കാരിന്റെ ഭൂമി ആര് അനർഹമായ നിലയിൽ കൈവശപ്പെടുത്തി വെച്ചാലും അത് തിരിച്ച് എടുക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമികമായ ചുമതലയാണ്. ലോ അക്കാദമി ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അപാകതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്താണ് എന്ന് റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിന് നടപടി ചെയ്യും. രാഷ്ട്രീയ ന്യായം നിരത്തി സമരത്തെ അടിച്ചമർത്തരുതെന്നും സമരം തീർക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കാനം പറഞ്ഞു.
അതേസമയം ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ലോ അക്കാദമി ട്രസ്റ്റ് ചെയർമാൻ കെ അയ്യപ്പൻപിള്ള തന്നെ രംഗത്തെത്തി. ഇല്ലെങ്കിൽ താൻ രാജിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ഒറ്റപ്പാലം വാണിയംകുളം PK ദാസ് മെഡിക്കൽ കോളേജിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. റേഡിയോളജി വിഭാഗത്തിലെ ജീവനക്കാരികളെ ഡ്യൂട്ടിക്കിടെ ആസിഡ് കഴിച്ച അവശ നിലയിലാണ് കണ്ടെത്തിയത്. അത്യാസന്ന നിലയിലായി ഇരുവരെയും ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് ഒറ്റപ്പാലം വാണിയംകുളത്തുള്ള PK ദാസ് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിലെ 2 വനിതാ ജീവനക്കാരെ അവശനിലയിൽ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേരും ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഇതേ മെഡിക്കൽ കോളേജിൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച ഇരുവരുടെയും അവസാന പ്രവൃത്തി ദിവസമാണ് ആത്മഹത്യാശ്രമം ഉണ്ടായത്. സർട്ടിഫിക്കറ്റുകൾ ഇന്നലെ തിരിച്ചു നൽകാമെന്നായിരുന്നു മാനേജ്മെന്റ് അറിയിച്ചത്. എന്നാൽ ഇത് ലഭിക്കാത്തതിലുള്ള മനോവിഷമമാകാം ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇനിയിപ്പോ ലാസ്റ്റിൽ എന്താ വരുന്നെന്നും പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ ഇവിടുന്ന് മറ്റേത് കടലാസ് കൊടുത്തില്ല, അതൊക്കെ മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, എന്നും പറയാൻ പറ്റില്ല. അവർക്ക് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ, ഇപ്പൊ നിങ്ങൾ കുറെ പഠിക്കണ്ട, അത് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവുള്ളൂ. അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടാവാൻ സംശയം. എന്നാൽ അടുത്ത സൗഹൃദത്തിലായിരുന്ന ഇരുവർക്കും വേർപിരിയുന്നതിലെ വിഷമമാവാം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. അത്യാസന്ന നിലയിലായ 2 പേരെയും ഇതേ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രബുദ്ധ കേരളം MTയെ സംരക്ഷിക്കാൻ കോട്ട പോലെ ഉറച്ചു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MT മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടിയ വ്യക്തിയെന്നും യാഥാസ്ഥിതികരിൽ നിന്ന് വാഗ്ഭടാനന്ദൻ നേരിട്ട അതേ എതിർപ്പുകളാണ് MT ഇന്ന് നേരിടുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് വടകരയിൽ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് ഏർപ്പെടുത്തിയ വാഗ്ഭടാനന്ദ പുരസ്കാരം MTക്ക് നൽകി സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രബുദ്ധതയ്ക്ക് ചേരാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കേരളത്തിന് നല്ല രീതിയിൽ സാംസ്കാരിക പ്രബുദ്ധത നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് വസ്തുതയാണ്. ആ സാംസ്കാരിക പ്രബുദ്ധതയെ കളങ്കപ്പെടുത്താൻ ഒരു കൂട്ടർ രംഗത്ത് വരികയാണ്. അപ്പോൾ അത്തരം ശക്തികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ കളങ്കപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുന്നവരെ സാംസ്കാരിക പ്രബുദ്ധതയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നെന്ന സംശയത്തെ തുടർന്ന് മന്ത്രി സ്കൂൾ കെട്ടിടത്തിൽ ഉദ്ഘാടനത്തിന് വിസമ്മതിച്ചു. അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്മാരക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. മന്ത്രിയെ പിന്തുണച്ച് KJ യേശുദാസ് രംഗത്തെത്തി. അമ്പലപ്പുഴ കുഞ്ചുപിള്ള സ്മാരക സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപയായിരുന്നു മന്ത്രി G സുധാകരൻ അനുവദിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് ക്രമക്കേട് മന്ത്രിക്ക് ബോധ്യമായത്. 55 ലക്ഷം രൂപയ്ക്ക് 2 മുറി മാത്രമാണ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് ബോധ്യപ്പെട്ട മന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാതെ മടങ്ങുകയായിരുന്നു. ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് ടെക്നിക്കൽ എക്സാമിനറോട് നിർദ്ദേശിച്ചതായി മന്ത്രി പിന്നീട് പീപ്പിൾ TVയോട് പറഞ്ഞു. സ്കൂൾ അധികാരികളോട് ചർച്ച ചെയ്യുന്നില്ല. സ്കൂളിലൊരു കെട്ടിടം, ഞാൻ സ്കൂളിനോട് പൈസ ചെയ്തു, അവർക്കൊരു കെട്ടിടം നിർമ്മിക്കും, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല, ചർച്ചയില്ല. പൈസ കൊടുത്ത MLA ഒന്നും കാണിക്കുന്നില്ല. അവർ വന്നു പണിയുന്നു പോകുന്നു, നമ്മൾ ഉദ്ഘാടനം നടത്തുന്നല്ലാതെ വേറെ ഇതിനകത്തിൽ എന്താ പറയുന്നത് ഒരു ബോധ്യപ്പെടുത്തലില്ല. ഇത്തരം പ്രവർത്തികളാണ് ജനപ്രതിനിധികൾ മാതൃകയാക്കേണ്ടതെന്ന് പിന്നീട് G സുധാകരനെ പിന്തുണച്ച് യേശുദാസും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ദുരഭിമാന ഹത്യകൾ തടയാൻ പ്രത്യേക നിയമം വേണമെന്ന് DYFI അഖിലേന്ത്യാ സമ്മേളനം ആവശ്യപ്പെട്ടു. കശ്മീരിൽ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സിവിലിയന്മാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് സമ്മേളനം അംഗീകരിച്ചു. വൻ യുവജന റാലിയോടെ സമ്മേളനം നാളെ സമാപിക്കും. കാശ്മീരിലെ പ്രത്യേക സൈനികാധികാര നിയമം എടുത്തുകളയണമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. സിവിലിയന്മാർക്ക് നേരെ സുരക്ഷാ സേന നടത്തുന്ന അക്രമം അവസാനിപ്പിക്കണമെന്നും കൊല്ലപ്പെട്ട നിരപരാധികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെടുന്നു. കാശ്മീരിലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന
നിലപാടുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആസ്പ എടുത്തു കളയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ദുരഭിമാന ഹത്യകൾ തടയാൻ പ്രത്യേക നിയമം വേണം. ജാതി പഞ്ചായത്ത് എന്ന കാട്ടുനീതി അവസാനിപ്പിക്കണം. നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ ഭീകരരെന്ന് മുദ്രകുത്തി ജയിലിലടയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. ഭീകരതയുടെ മറവിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ വേട്ടയാടാൻ അനുവദിക്കാനാവില്ല. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സമ്മേളനം അംഗീകരിച്ചു. പുതിയ സാഹചര്യങ്ങൾ നേരിടാൻ മുദ്രാവാക്യങ്ങളും സമരരീതികളും പുനർനിർണ്ണയിക്കണമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് അവതരിപ്പിച്ച സംഘടനാ പ്രമേയം പറയുന്നു. വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനയുടെ ഭേദഗതി നാളെ സമ്മേളനം പരിഗണിക്കും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നാളെ നടക്കും. വൻപിച്ച യുവജന റാലിയോടെ DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന് നാളെ തിരശീല വീഴും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൈരളി ന്യൂസ് നൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.